ഇന്ന് ലോഡായിട്ടുണ്ട് പോവല്ലേ വാ. അപ്പോൾ നമ്മൾ ലോഡും കൊണ്ട് വയനാട്ടിലേക്ക് പോകണം. നമ്മളെ സ്വീകരിക്കാൻ ഫാദും അതേപോലെ നമ്മളെ ആശാനും വൈദ്യൻ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ നല്ല വൈബ് തട്ടുകടയും മസാല. ഈ ചേച്ചി ആരെങ്കിലും അറിയോ? പോകുന്ന വൈക്ക് ഒട്ടുക്കത്തെ ബ്ലോക്കും പോരാത്തതിന് അമ്പാന്റെ മാരക തള്ളും. ഇതാ കിടക്കുന്ന അടുത്ത ബ്ലോക്ക് തള്ളിനെന്നാലും യാതൊരു കുറവില്ല. വൈ കണ്ട സുന്ദരിയായ ഒരു കൊരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മുമ്പിലത മാമൻ. അല്ല സ്വാലിയത്താ ഒരു മനുഷ്യൻ. ഇതേ വീണ്ടും മാമൻ. ഫാൻസ് എന്ന് വിചാരിച്ച് കൈ കാണിച്ചെങ്കിലും നോക്ക പോലും ചെയ്തില്ല. 9ാം വളം എത്തിയപ്പോൾ മരിക്കാൻ പൂതില്ലൊരുത്തിനെ കണ്ട്. അങ്ങനെ 9ാം വളം എത്തി ഉച്ചയായതുകൊണ്ട് കാണികൾ വളരെ കുറവാണ്. ബോർഡർ കഴിഞ്ഞ് കരിന്തണ്ടനെ കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇതേ ഒരു മച്ചാൻ ലിഫ്റ്റ് ചോദിക്കുന്നു. വയനാട്ടിന് ത്രില്ല് കൂടും. കല്യാണി വാക്ക് തന്നു. ആശാന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളതൊക്കെ മനസ്സിലായി. വീണ്ടും ഫാൻസ് മുമ്പി ഗൈസ്. അങ്ങനെ ലൊക്കേഷൻ എത്തി. രണ്ടാളും സൈറ്റൊക്കെ നോക്കി വണ്ടി കയറ്റി. എന്റെ പണി ഞാൻ തുടങ്ങി. ആശാൻ പതിപോലെ ആശാന്റെ പണി തുടങ്ങി. അപ്പോഴേക്കും കാൽഭാഗം ഞാൻ ഇറക്കി കഴിഞ്ഞു. ആശാൻ ഇപ്പോഴും ഇറക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല. അങ്ങനെ പകുതി തീർത്തു ഗൈസ്. ഇത് പയമല്ല. എന്റെ അവസ്ഥ കണ്ട് അവിടുത്തെ നായ പോലും കരഞ്ഞു. പിന്നെ ഈ പരസ്യം ഓർത്ത് അവസാനത്തെ കട്ടയും ഇറക്കി തീർത്തു ഗൈസ്. അല്ല പിന്നെ പോകുമ്പോ ഫഹദിന് ചോദ്യം, എടാ മോനെ ഹാപ്പി അല്ലേ ഫുഡ്? അൽ ഷെയ്ഖ് മന്തി ഇബ്രാഹിം കുട്ടി ഞങ്ങളെ മാടി